പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447062266. 2025 വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൻ്റെ വേദികളെല്ലാം ഉണർന്ന് കഴിഞ്ഞിരിക്കുന്നു. വേദി 1 ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ കേരള നടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഉപജില്ലാ കലോത്സവത്തിൻ്റെ സംഘാടകരിൽ പ്രമുഖരായിട്ടുള്ള സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ കൂടിയായിട്ടുള്ള സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ പ്രീത ടീച്ചർ നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ AEO ഈ സംഘാടക സമിതിയുടെ ട്രഷറർ കൂടിയായിട്ടുള്ള ഷീജ കുനിൽ ടീച്ചർ നമ്മളോടൊപ്പമുണ്ട്. കലോത്സവത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ അവരിലേക്ക് പോവുകയാണ്. കലോത്സവം വരവൂരിൽ 2ാം തവണയാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വരവൂരിലെത്തുകയാണ്. കഴിഞ്ഞ ഒരു കലോത്സവത്തിൽ നിന്ന് ഈ ഒരു കലോത്സവത്തിലേക്ക് എത്തിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ടീച്ചർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്? നമ്മൾ 2017 ഇതിനു മുമ്പ് ഇവിടെ കലോത്സവം ഉണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പോഴുമാണ് വരവൂരിൽ വീണ്ടും കലോത്സവം എത്തുന്നത്. വരവൂർ എപ്പോഴും കലോത്സവത്തെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചിട്ടേ ഉള്ളൂ. ഇത് ഈ ഗ്രാമത്തിൻ്റെ മൊത്തം ഉത്സവമായി. എല്ലാവരും ഈ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് കാണികളായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. നാട്ടുകാരുടെ വലിയൊരു സപ്പോർട്ടുണ്ട്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് തന്നെയാണ് ഈ കലോത്സവം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭക്ഷണപ്പുരയിൽ ഉൾപ്പെടെ അതുപോലെ സാമ്പത്തികം കണ്ടെത്തുന്നതിനും നാട്ടുകാരുടെ വലിയൊരു സപ്പോർട്ടും സഹകരണമുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ ഈ 4 ദിവസം നല്ലൊരു ഉത്സവമാക്കി മാറ്റാൻ കഴിയുമെന്ന് തികഞ്ഞ ശുഭാപ്തി വിശ്വാസം ഉണ്ട്. വരവൂരിൻ്റെ സംഘാടന മികവിന് ശേഷം കലാമേള വരവൂരിന് മുൻപും വരവൂരിന് ശേഷവും എന്ന രീതിയിൽ അറിയപ്പെടും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയുള്ള ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. മറ്റ് വിദ്യാലയങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് പോരായ്മകളില്ലാതെ ഞങ്ങൾ ഓരോ ദിവസവും റിവ്യൂ നടത്തുന്നുണ്ട്. ഇന്ന് എന്തൊക്കെ പോരായ്മകളുണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ബന്ധപ്പെട്ടുള്ള കൺവീനർമാരെ അറിയിക്കും. അവരുടെ നേതൃത്വത്തിൽ അതിനൊരു മാറ്റം വരുത്തി ഏറ്റവും മികച്ച രീതിയിൽ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ പരമാവധി സമയബന്ധിതമായിട്ട് ഒരു പ്രോഗ്രാം നടത്തി വരവൂരിലെ കലോത്സവം മികച്ചതാക്കി മാറ്റണം, അല്ലെങ്കിൽ വേറിട്ടതാക്കി മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ടും നടപ്പാക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസവുമുണ്ട്. വേദികളെല്ലാം തന്നെ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. കലവറയും ഉണർന്ന് കഴിഞ്ഞിട്ടുണ്ട്. കലവറയിൽ വരവൂരിൻ്റെ തനത് വിഭവമായ വരവൂർ ഗോൾഡ് കൂർക്ക പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു അല്ലേ? കൂർക്ക നന്നാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വരവൂരിൻ്റെ തനത് വിഭവം ഉണ്ടാവുമെന്നറിയില്ല. എന്നാലും നമ്മൾ ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു ഭക്ഷണമാണ് ഈ 4 ദിവസമായിട്ട് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരുക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി ഉപജില്ല കായികമേളയുടെ തിരക്കുകളുണ്ട്. ശാസ്ത്ര, സാമൂഹിക ശാസ്ത്ര വിവിധ മേളകളുടെ തിരക്കുകളിലാണ്. അതിൽ നിന്ന് കലാമേളയിലേക്ക് എത്തുന്നു. അങ്ങനെ കലാമേളയിലേക്ക് എത്തുമ്പോൾ എന്താണ് ഷിജ ടീച്ചർ ഈ കലാമേളയെ പറ്റിയിട്ടുള്ള ഒരു പ്രതീക്ഷ? അവസാനിക്കുമ്പോൾ ഈ കലാമേള ഏത് രീതിയിൽ വിലയിരുത്തപ്പെടും എന്ന് തോന്നുന്നത്? കലോത്സവം വളരെ ഭംഗിയായി നടക്കും എനിക്ക് വിശ്വാസമുണ്ട്. കാരണം വരവൂരിൽ വെനു തിരഞ്ഞെടുത്തത് മുതൽ ഇവിടെയുള്ള ജനങ്ങളുടെയും ഓരോ സംഘാടക സമിതിയുടെയും തീരുമാനപ്രകാരം സമയബന്ധിതമായി കാര്യങ്ങൾ കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ എല്ലാ വേദികളിലും സമയത്തിനനുസരിച്ച് തന്നെ മത്സരങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളാണെങ്കിലും എന്താ പറയുക, എല്ലാ ഒരുക്കങ്ങളും കൂടെ സമയം ഒട്ടും ലാഗിങ് ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എസ്കോർട്ടിംഗ് അധ്യാപകരും കൂടെ തന്നെയുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി പോകുന്നുണ്ട്. ഒരു വലിയ ടീം വർക്കിന് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നതിൻ്റെ സമ്മർദ്ദമോ അങ്ങനെ എന്തെങ്കിലും ടീച്ചർക്ക് തോന്നുന്നുണ്ടോ? AEO എന്ന നിലയിൽ എനിക്ക് സപ്പോർട്ടീവായിട്ട് അക്കാദമിക് കൗൺസിൽ സംഘടന, അതിലേറെ വിവിധ സംഘടനകളിലെ നേതാക്കൾ നമ്മൾ ആലോചിച്ച് ഓരോ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ എനിക്ക് കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒന്നിച്ച് എടുത്ത തീരുമാനപ്രകാരമാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു വരുന്നത്. എവിടെയെങ്കിലും ചെറിയ എന്തെങ്കിലും പാളിച്ച ഉണ്ടെങ്കിൽ
അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആദ്യമേയുള്ള നിർദ്ദേശം ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം അവലോകനം ചേരുന്നുണ്ട്. അവിടെ ഓരോ ദിവസവും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ആലോചിക്കും. കലാമേള പകൽ സമയത്ത് തന്നെ തീർന്നു പോകുന്ന രീതിയിലാണ് ആസൂത്രണം നടത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. വല്ലാതെ മറ്റു കലാമേളകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഈ സമയക്രമം പാലിക്കുന്നതിലൊരു ബുദ്ധിമുട്ട് സാധാരണഗതിയിൽ വരാറുണ്ട്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ മറികടക്കാനാകും എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും. കാരണം കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ ചിട്ടയോടുകൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഒന്നാമത്തെ സ്റ്റേജിൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കുറച്ച് സമയം വൈകിയാണെങ്കിലും മറ്റെല്ലാ സ്റ്റേജുകളും കൃത്യസമയത്ത് തന്നെ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 6 മണിയോടുകൂടി നമുക്ക് പ്രധാന സ്റ്റേജുകളിലുള്ള പരിപാടികളെല്ലാം തീർക്കണമെന്നുള്ള ഒരു തീരുമാനമാണ്. അതിനനുസരിച്ച് എല്ലാവരുടെയും സപ്പോർട്ട് ഈ ഒരു കലാമേളയ്ക്ക് ഉണ്ട്. ടീച്ചർ, വരവൂരിൻ്റെ ഗ്രാമങ്ങളിൽ നിന്ന് കാഴ്ചക്കാർ ഒഴുകി വരുന്ന ഒരു സാഹചര്യം പ്രതീക്ഷിക്കുന്നില്ലേ? തീർച്ചയായിട്ടും വരവൂരിൽ ഈ ഒരു ഉത്സവം കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേരും. 20 പേര് ഇന്ന് തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാണികളായിട്ട് കൂടുതൽ ഗ്രാമവാസികൾ എത്തുമെന്ന് 100% ഉറപ്പാണ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് ചേലക്കര ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റുള്ള VM സൂപ്പർ വാല്യൂലാണ്. 3 പീസ് പ്ലേറ്റ് 99, ഇൻഡക്സിന്റെ 2 പീസ് കുക്കർ സെറ്റ് 699, നോട്ടഡ സ്റ്റീലിന്റെ കുക്കർ 5 ലിറ്റർ 3 ലിറ്റർ കോംബോ സെറ്റ് 2499, നോട്ടഡ അയൺ ബോക്സ് ഈ റേറ്റിന് വേറെ എവിടെയും കിട്ടില്ല. 1425 കൊടുക്കുന്ന സാധനം വെറും 999. എയർ ഫ്രയർ 2249, കപ്പിൾസ് വാച്ച് 400 രൂപ സ്റ്റാർട്ടിംഗ് ആട്ടോ. ലേഡീസ് ജെന്റ്സ് വാച്ചുകൾ എല്ലാ മോഡലും ഇവിടെ കിട്ടും. നോട്ടഡ ഡിന്നർ സെറ്റിന് 450 മുതൽ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. കൂടാതെ നോട്ടഡ എല്ലാ ഐറ്റംസിനും വമ്പിച്ച വില കുറവാട്ടോ. വിലക്കുറവിന്റെ പൂക്കാലം. അതെ, നമ്മുടെ ചേലക്കര VM സൂപ്പർ വാല്യൂ വമ്പിച്ച ഓഫർ നടക്കാൻ കേട്ടോ. ഈ ഒരു ഓഫർ സെപ്റ്റംബർ 10 വരെ ഉള്ളൂ കേട്ടോ. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ?